ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ ദിവസത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ അഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്കുള്ള കാര്യങ്ങൾ ഞാൻ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ എടുത്ത് ഡെക്കറേഷന് വേണ്ട ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഒരു ഇത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് ഇന്ന് കൃത്യസമയം ഇപ്പം നമ്മൾ ഉറക്കത്തിൽ കിടന്ന കൊച്ചിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഉറക്കത്തിളവിൽ ഒരു വിധത്തിൽ നമ്മൾ കേക്ക് കൊടുത്തെല്ലാം സെറ്റാക്കി. പിന്നെ ഐശ്വര്യമായിട്ട് കട്ട് ചെയ്തു. അങ്ങനെ കേക്കിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും പരിപാടികളും എല്ലാമായി. പിന്നെ അറിയാലോ, ആകെപ്പാടെ ബഹളമായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം ഭയങ്കര സെറ്റപ്പായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞെങ്കിലും കേക്കിൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടേ അങ്ങനെ അതൊക്കെ കഴിച്ചു. അടിപൊളി കേക്കായിരുന്നു കഴിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റോട് കൊണ്ട് തന്നെ എങ്ങനെ കാലി ചെയ്യുന്നു വെച്ചറിയത്തില്ല. നിമിഷം നേരം കൊണ്ടെല്ലാം കാലി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഗൈസ് എല്ലാ പഴച്ചപ്പോഴും നമ്മൾ എല്ലാവരും ചിലരെ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്താണ് ഇതിനൊന്നും പറയാനുള്ളതെന്ന് വെച്ചാൽ അറിയില്ല, എന്നും കാണുന്നവർ തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു സമയമൊക്കെ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പടക്കോളച്ചളമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട വർഷ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവൾ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ലേറ്റായിട്ട് നമ്മൾ നേരി കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ എന്ത് ചെയ്താൽ വരുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഗൈസ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, പള്ളിയിൽ പോകാനായിട്ടുണ്ട്. പിന്നെ താമസിച്ച് കിടന്നുകൊണ്ട് തന്നെ രാവിലെ എൻ്റെപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ ചെന്ന് നമ്മൾ കുർബാനയെ കണ്ടു. കുർബാനയെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു ഗൈസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോട് അതും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയതും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറിയുള്ള ദിവസമായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ പിന്നെ ബ്രെഡും കൂട്ടി അങ്ങ് കഴിച്ചു. അങ്ങനെ ബ്രെഡും ചിക്കൻ കറിയൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു. അതും കഴിച്ചു. സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ് നമുക്കിത് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഡാൻസ് പ്രാക്ടീസിനായിട്ട് വിട്ടു. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലത്തെത്തി. നല്ല അതിമനോഹരമായ സ്ഥലത്തായിരുന്നു പ്രാക്ടീസ്. അങ്ങനെ അവിടെ ചെന്ന് പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒത്തിരി പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതും ഗൈസ് മഴ നമ്മളെ ചതിച്ചു. പിന്നെ ഒന്നും പറയാനില്ല, ആകെപ്പാടെ കുടച്ചളമായി. വേറെ വിധത്തിൽ നനഞ്ഞ് കൊളിഞ്ഞ് വല്ലാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. എത്ര ദിവസം പനി പിടിച്ച് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അങ്ങനെ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലെത്തിക്കഴിഞ്ഞ് ഗൈസ് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ